നാട്ടുകാരുടെ ഏക ആശ്രയമാണ് ഈ നടപ്പാലം. എന്നാൽ പാലം അപകടാവസ്ഥയിലായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. താനൂരിനും കൂട്ടായിക്കുമിടയിൽ കനോലി കനാലിന് കുറുകെയുള്ള 5 പാലങ്ങൾ പുനർനിർമ്മിക്കാൻ നേരത്തെ പദ്ധതിയുണ്ടായിരുന്നു. എന്നാൽ കാലാവധിക്ക് മുൻപ് ഒരു പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കാലാവധി കഴിഞ്ഞതോടെ ബാക്കിയുള്ളവയുടെ നിർമ്മാണ പ്രവൃത്തിയും അവതാളത്തിലായി. നേരത്തെ മൂലക്കലിനെയും ചീരാങ്കടപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന നടപ്പാലം അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് പലതവണ നൽകിയിട്ടും അധികൃതർ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഒടുവിൽ പാലം തകർന്ന് 2 യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞപ്പോഴാണ് അധികൃതർ കണ്ണു തുറന്നത്. ഇനിയും ഒരു ദുരന്തത്തിന് തന്നെയാണ് അധികൃതർ വഴിവെക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. മെമ്പറെ കൂടെ വന്ന് നോക്കിപ്പോയി. അവരോട് വിഷയങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പറഞ്ഞാണ് അവർ പോലെ സിദ്ധരും അതിനെ പറ്റി ഉണ്ടായിട്ടില്ല. യാത്രക്കാർ ഇവിടുന്ന് ആരുകൾ അങ്ങോട്ടും ആവുക, അതേമാതിരി അവിടെ ഇങ്ങോട്ടും വരുന്ന ആൾക്കാരാണ് യാത്രക്കാർ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതിന് മുമ്പായിട്ട് അധികാരികളോട് എന്താ ചെയ്യാൻ പറ്റിയത് ചെയ്യാൻ പറയാൻ അതിനെ നടപടിയെടുക്കുക. പാലത്തിന്റെ കോൺക്രീറ്റുകളെല്ലാം അടർന്ന് കമ്പികളെല്ലാം പുറത്തേക്ക് കാണുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പാലത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തി ജീർണാവസ്ഥക്ക് പരിഹാരം കാണുകയോ പുതിയൊരു പാലം നിർമ്മിക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 12 വർഷം കൊണ്ട് ഈ പാലം തകർന്നു വീഴാറായ ഒരു അവസ്ഥയിലാണ്. ഒരുപാട് ആളുകൾ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു പാലം കൂടിയാണ്. തൊട്ടടുത്ത ഒരു പാലം തകർന്നു വീണിട്ട് 2 ചെറുപ്പക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അതിവിടെ ആവർത്തിക്കാതിരിക്കണം എന്നതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. കാവഞ്ചേരി വലിയ ചർച്ചയ്ക്ക് കൂടി